സ്കൂളിൽ അവധിയെടുത്തതിന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതച്ച അധ്യാപകൻ. മലപ്പുറം കടുങ്ങാത്തുകുണ്ടിലാണ് സംഭവം. ബാഫക്കി യത്തീംഖാന സ്കൂളിലെ അധ്യാപകനായ ഷിഹാബാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥിയും രക്ഷിതാക്കളും പറയുന്നു. മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അധ്യാപകനെതിരെ പോലീസിലും ശിശുക്ഷേമ സമിതിയിലും രക്ഷിതാക്കൾ പരാതി നൽകി. മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന ബാഫക്കി യത്തീംഖാന സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അധ്യാപകൻ ക്രൂരമായി തല്ലിച്ചതച്ചതായി പരാതിയുള്ളത്. 2 ദിവസം സ്കൂളിൽ വരാതെ അവധിയെടുത്തതിനാണ് അടിച്ചതെന്ന വിദ്യാർത്ഥിയും രക്ഷിതാവും പറയുന്നു. 10 F ഡിവിഷനിലെ ക്ലാസ് അധ്യാപകനായ ഷിഹാബാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. ബസ് കിട്ടാതിരുന്നതിനാൽ വിദ്യാർത്ഥി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പോയിരുന്നില്ലെന്ന് രക്ഷിതാവും വിദ്യാർത്ഥിയും പറയുന്നു. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. കടുങ്ങാത്തുണ്ട് ബാഫക്കി യത്തീംഖാനയിൽ പഠിക്കുന്ന കുട്ടിയാണ്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഈ ഓണത്തിന്റെ ശേഷം വെക്കേഷൻ വന്നതിന് ശേഷം 2 ദിവസം കുട്ടി ക്ലാസ്സിന് പോയിട്ടില്ല. അപ്പം ക്ലാസ് ടൈമിൽ ചെറിയൊരു ചേഞ്ചിങ് വരുത്തിയിരുന്നു. അതുകൊണ്ട് കുട്ടിക്ക് ബസ് കിട്ടാത്തത് കാരണം കുട്ടിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റിയിട്ടില്ല. കുട്ടി ക്ലാസ്സിന് പോകാത്തത് കൊണ്ട് പിന്നെ അധ്യാപകൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അധ്യാപകൻ എന്ന് പറയാണ്. അപ്പം അധ്യാപകനായി കിടക്കുന്ന ഈ ഷിയാബ് എന്ന് പറയുന്ന അധ്യാപകൻ ഈ കുട്ടിനെ വളരെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അടിയൊന്നും ഞാൻ ഇന്ന് വരെ എവിടെയും കണ്ടിട്ടില്ല. നല്ലോണം അടിച്ചിട്ട് കുട്ടിനെ അങ്ങോട്ട് എന്തോ മാതിരി ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കൈക്കാണെന്നുണ്ടെങ്കിലും ശരി, കാലിനാണെങ്കിലും ശരി, ഒരുപാട് പറയാൻ പറ്റാത്ത രൂപത്തിൽ കുട്ടിനെ അടിച്ചിട്ട് ഇന്നലെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു തിരൂര്. അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്ത്. അത് അവർ തിരൂർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് തിരൂരിൽ നിന്ന് കൽപ്പനാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്യാന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ രാവിലെ 9:30 കുട്ടീക്ക് ഇത്രയും ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. ഒരു അധ്യാപകന് അതേ ഒരു സിനിമ സ്റ്റൈലിലേക്കാണ് മൂപ്പര് ഷോൾഡർ പിടിച്ചിട്ട് കുട്ടിനെ പൊന്തിക്കുക, അതേമാതിരി ചുമരുമൊക്കെ കുട്ടിന്റെ തല ഇടിപ്പിക്കുക, കാലിന്, കയ്യിന്, ഭാര്യക്ക്, വയറിന്, ഇവിടൊക്കെയാണ് ഇയാളെ ദ്രോഹിച്ചിട്ടുള്ളത് അധ്യാപകന്. അപ്പോ ഞങ്ങള് വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കുട്ടിന്റെ ഉമ്മാനായിട്ട്. അവിടുന്ന് വന്നപ്പോൾ ഏകദേശം 9:30 മണിയായിക്കണ് നൈറ്റില്. അവിടുന്ന് അതിന്റെ ശേഷമാണ് ഞങ്ങൾ കുട്ടിനെ ഹോസ്പിറ്റലിൽ കാണിച്ചത്. പിന്നെ ബസ്സിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ ഈ വിജയവേരിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് രാവിലെ ക്ലാസ് 9 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ആ കുട്ടി ഇവിടുന്ന് 6 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് കുട്ടി അങ്ങോട്ട് പോണത്. അപ്പോൾ ഈ ലൈൻ ബസ്സിന്റെ ലൈൻ ബസ്സിൽ കുട്ടികളെ കയറ്റുന്നുണ്ട്, കയറ്റാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഈ വിജയവേരിന്റെ ക്ലാസ് ചേഞ്ച് വരുത്തിയ ടൈമിന് മാറ്റം വരുത്തിയതിൽ കുട്ടിന്റെ ബസ്സിന്റെ ടൈമും അവർ മാറ്റം വരുത്തിയിട്ടില്ല. കൃത്യമായിട്ട് ഈ ബസ് എത്താത്തത് കൊണ്ടാണ് ഈ കുട്ടി ടൈമിങ്ങിന് എത്താത്തത്. അങ്ങനെയാണ് ഈ കുട്ടി ക്ലാസ്സിൽ 2 ദിവസം പോവാത്തത്. അതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു മർദ്ദനം കുട്ടിക്ക്. കോളറിൽ പിടിച്ച ചുമരിലേക്ക് കയറ്റി നിർത്തി വടി ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. കാലിന് അടിച്ചതിനാൽ ഇപ്പോഴും വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ടെന്നും കുട്ടി പറയുന്നു. തല ചുവരിൽ ഇടിപ്പിച്ചതിനാൽ തലകറക്കവും അനുഭവപ്പെടുന്നുണ്ട്. മർദ്ദനത്തിന്റെ പാടുകൾ കണ്ട ഡോക്ടർ പോലും അമ്പരന്നു പോയെന്ന് രക്ഷിതാവ് പറഞ്ഞു. പോലീസിന്റെ 3ാം മുറയേക്കാൾ ക്രൂരമായാണ് മർദ്ദിച്ചതെന്ന് രക്ഷിതാവ് പറയുന്നു. സംഭവത്തിൽ അധ്യാപകനെതിരെ കൽപ്പകഞ്ചേരി പോലീസിലും ശിശുക്ഷേമ സമിതിയിലും പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകനെതിരെ നടപടിയുണ്ടാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. M5 ന്യൂസ്, മലപ്പുറം.